സൽപ്രവർത്തികൾക്ക് വക പ്രാപിക്കണം. സൽപ്രവർത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. വക പ്രാപിച്ചിട്ട് എന്ത് ചെയ്യണം? തികഞ്ഞവരാകണം. തികഞ്ഞവരാകാൻ പറ്റത്തില്ല. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്ന കാര്യമുണ്ട്. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച്. സ്തോത്രം. തികഞ്ഞവൻ ആരാ? 14 ഈടുറ്റ ലേഖനങ്ങൾ പുതിയ നിയമസഭയ്ക്ക് ദൈവം എഴുതിച്ച വ്യക്തിയാണ്. ഹല്ലേലൂയ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവന് ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്നറിയത്തില്ല. അതുപോലെ പുതിയ നിയമത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി പറയുകയാണ്, ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേയുള്ളൂ. ഈ പിടിവിടിവിക്കുവാൻ ഈ ലോകം കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടിവിടാത്ത ഒരു പൗലോസ്. ഹല്ലേലൂയ. ദൈവവൈതലേ, നിന്നെ കേൾപ്പിച്ച വചനത്തെ നീ മുറുകെ പിടിച്ചാൽ വചനം നിന്നെ മുറുകെ പിടിക്കും. ഹല്ലേലൂയ. കൈവിടത്തില്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എസ്രാ പുരോഹിതനെ കുറിച്ച് അങ്ങനെയല്ലേ പറയുന്നത്? എസ്രയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൻ്റെ അകത്ത് എസ്രാ പുരോഹിതനെ കുറിച്ച് പറയുന്നത്, സ്തോത്രം, വചനം പരിശോധിച്ചു. അത് കഴിഞ്ഞിട്ട് പരിശോധിച്ചിട്ട് എന്തൊക്കെ അനുസരിക്കാനുണ്ട്, എന്തൊക്കെ അനുസരിക്കാതെയുണ്ട് എന്നെല്ലാം മറ്റുള്ളവരുടെ കാര്യമല്ല നോക്കിയത്, തൻ്റെ സ്വന്തം കാര്യമാണ്. ഞാൻ ഇനി അനുസരിക്കാനുണ്ടോ? എൻ്റെ പൊന്നെ ഉണ്ടെന്ന്. സ്തോത്രം. ഈ 73 വയസ്സുള്ള എന്നോട് ചോദിച്ചാൽ പറയും ഉണ്ടെന്ന്. ഇന്ന് രാവിലെ ഇരുന്ന് ചിന്തിച്ചപ്പോഴും ഉണ്ട്. എൻ്റെ പൊന്നെ, ഇത് എന്ന് തീരും? ഇത് കറക്റ്റ് ചെയ്ത് എന്ന് തീരും? മറഞ്ഞു കിടക്കുന്ന ഒത്തിരി പാപങ്ങളില്ലേ? ഇതെല്ലാം എന്ന് തീരുമെന്ന് ചോദിച്ചാൽ ആയുസ് തരുന്ന അത്രയും എന്ത് ചെയ്യണം? സ്തോത്രം. ഹല്ലേലൂയ. പണ്ടൊരു വല്യപ്പച്ചൻ, 90 വയസ്സുള്ള ഒരു വല്യപ്പച്ചൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് വേദപുസ്തകം ഇങ്ങനെ നോക്കും. എന്തിനാ ഇങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട് ഈ വയസ്സുകാലത്ത് വായിക്കുന്നത്? അല്ല, ഇനിയും എന്തെങ്കിലും ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയാനുണ്ടോ എന്ന് ഈ വചനത്തിൽ കൂടെ ഞാനൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് ഒന്നാലോചിച്ച് കഴിയേ. ആ ഭക്തനായ മനുഷ്യൻ പറഞ്ഞത്, സ്തോത്രം, എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വചനത്തിൽ നല്ല തിറമുള്ള വചനം കൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനെ പറയുക, മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ്. സ്തോത്രം. ഇനിയും വല്ലതും എന്തെങ്കിലും ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അതിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന്. എന്നാലോചിച്ച് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിക്കുമ്പോൾ ഇങ്ങനെ നോക്കാറുണ്ടോ?